ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കുറേ ട്രാൻസാക്ഷൻസ് ജേർണലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലായിരുന്നോ? ഏതൊക്കെയായിരുന്നു അത്? ഓർക്കുന്നില്ലേ? അതായത് ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഐറ്റംസ് എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അതുപോലെ തന്നെ പർച്ചേസ് അല്ലേ, പർച്ചേസ് ഓഫ് ഗുഡ്സ് പഠിച്ചു, പർച്ചേസ് ഓഫ് ഫർണിച്ചർ, അതിൽ തന്നെ ക്യാഷ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി എഴുതേണ്ടത്, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി എഴുതേണ്ടത്, ഇത് പഠിച്ചു. അതുപോലെ സെയിൽസ് നടത്തുമ്പോൾ അല്ലേ, സെയിൽസ് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോഴുള്ള എൻട്രി പഠിച്ചു. അതുപോലെ തന്നെ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ, ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയ ലാസ്റ്റ് ആയിട്ട് ഏതായിരുന്നു? 15-ാം തീയതി അല്ലേ, അതായത് സോൾഡ് ഫർണിച്ചർ ഫോർ ₹5,000 അല്ലേ, ഫർണിച്ചർ 5000 രൂപയ്ക്ക് വിറ്റപ്പോൾ ഇവിടെ എന്ത് വന്നു? ക്യാഷ്. രണ്ട് ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് ക്യാഷും ഒന്ന് ഫർണിച്ചറും. അപ്പം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അസറ്റ് കുറഞ്ഞു വിൽക്കുക ചെയ്ത ഫർണിച്ചർ. അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു, ഫർണിച്ചർ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പം എങ്ങനെ എൻട്രി വരേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട് എന്നല്ലേ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ വിട്ടുപോയായിരുന്നു. ഉണ്ടോ? ഇങ്ങനെയാണ് അതിൻ്റെ എൻട്രി എഴുതുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്, നരേഷൻ സോൾഡ് ഫർണിച്ചർ 5000. ഇനി ഇതുപോലെ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് കുറച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി 16-ാം തീയതി ഡേറ്റ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോയിക്കോട്ടെ. 16-ാം തീയതി നോക്കിക്കേ, ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് ₹3000. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഓണർ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് വിഡ്രോ ചെയ്തു അല്ലേ, ബിസിനസ്സിൽ നിന്നും ഓണർ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് 3000 രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെ പേഴ്സണൽ യൂസ് എന്നോ ചിലപ്പോൾ ഡൊമസ്റ്റിക് യൂസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നതാണ്? വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓണർ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എന്താണ്? ക്യാപിറ്റൽ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. അതിന് നമ്മൾ പറയുന്ന ഒരു പ്രത്യേകം പേരുണ്ട്. എന്തെന്നാ? ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എന്താ പറയുന്നത്? ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ക്യാപിറ്റൽ കുറയുന്നു. അപ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നത് നമ്മൾ ഏത് ഹെഡിലാണ് കാണിക്കുന്നത്? ഡ്രോയിങ്സ് അല്ലേ. അതായത് അവിടെ എന്താ സംഭവിക്കുന്നത്? ക്യാപിറ്റൽ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. ക്യാപിറ്റൽ കുറയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് ഡ്രോയിങ്സ് കേട്ടോ. ക്യാപിറ്റൽ കുറയുമ്പോൾ നമ്മൾ, അതായത് ഈ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് അക്കൗണ്ട് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഏതെന്ന് പറയുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോയിങ്സിനാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ് എന്നുള്ളതിലെ രണ്ട് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് ഈ ഡ്രോയിങ്സും മറ്റൊന്ന് ക്യാഷും. ഓക്കെ. അപ്പോൾ ഇവിടെ ക്യാഷ് വിഡ്രോൺ ആണ്. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ്. ഈ അസറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഒരു അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇങ്ങനെയല്ലായിരുന്നു റൂള്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എൻട്രി വരേണ്ടത്? ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ഡ്രോയിങ്സ് കേട്ടോ. ക്യാപിറ്റൽ ആണ് കുറയുന്നത്, പക്ഷെ നമ്മൾ അതിനെ പേഴ്സണൽ യൂസിനായതുകൊണ്ട് അതിന് നമ്മൾ വേറൊരു പേരിലാണ് പറയുന്നത്. എന്തെന്നാണ്? ഡ്രോയിങ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ഡ്രോയിങ്സ് അക്കൗണ്ട്. അപ്പോൾ എൻട്രി എങ്ങനെ എഴുതണം? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വേണം എഴുതാനായിട്ട്. കണ്ടോ? അപ്പം ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 3000 ടു ക്യാഷ് അക്കൗണ്ട് 3000. നരേഷൻ കൊടുക്കുക. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്നു, ക്യാഷ് വിഡ്രോ ചെയ്തിരിക്കുന്നു. ക്ലിയർ? ഇനി അടുത്തത് 17-ാം തീയതി. 17-ാം തീയതി എന്താന്ന് നോക്കിക്കേ. ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് ₹1000. 1000 രൂപയുടെ സാധനങ്ങൾ വിഡ്രോ ചെയ്തു. മുമ്പത്തെ ക്യാഷ് ആയിരുന്നു, ഇപ്പൊ എന്ത് വിഡ്രോ ചെയ്തു എന്നാണ്? സാധനങ്ങളാണ്, ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്ന കേസ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയും പേഴ്സണൽ യൂസിനാണ്
അപ്പോൾ ഒരു അക്കൗണ്ട് ഏത് തന്നെയാണ്? പേഴ്സണൽ യൂസിന് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ക്യാപിറ്റലാണ് റെഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഓണർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ ഒരു അക്കൗണ്ട് ഏതെന്ന് എഴുതണം? ഡ്രോയിങ്സ് ആണ്. അതായത് അത് ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് അക്കൗണ്ട് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി നോക്കിക്കേ, ഇവിടെ ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് വിഡ്രോൺ ബൈ പ്രൊപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അതായത് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്ന ആ അസറ്റ് അവിടെ കുറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു അസറ്റ് കുറയുന്നു. അപ്പോൾ ഇവിടെ ഗുഡ്സ് ആണ്. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അസറ്റ് കുറയുന്നു. അപ്പോൾ ആ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ സ്റ്റോക്ക്, അപ്പോൾ എങ്ങനെ ചിന്തിക്കാം? ഏത് സ്റ്റോക്ക് അക്കൗണ്ട് നമുക്ക് കുറയില്ല, അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റോക്കിനേക്കാൾ സ്റ്റോക്ക് അല്ല നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ പർച്ചേസ് അക്കൗണ്ടാണ്. കാരണം നമ്മൾ ഓണറല്ലേ, ഓണർ വിഡ്രോ ചെയ്യുന്ന ഗുഡ്സിൻ്റെ വില നമ്മൾ കോസ്റ്റ് പ്രൈസിൽ നമ്മൾ കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ പേഴ്സണലായിട്ട് എടുത്ത സാധനം കോസ്റ്റ് പ്രൈസിൽ നമ്മൾ ചാർജ് ചെയ്താൽ മതി. അപ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്ന് കുറച്ചാൽ മതി? കോസ്റ്റ് പ്രൈസിൽ കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിക്കുന്നത് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലല്ലേ. അപ്പം അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട്, ഈ സ്റ്റോക്ക് അക്കൗണ്ടിന് പകരം നമ്മൾ ഏത് അക്കൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് കേട്ടോ. അപ്പം ഗുഡ്സ് വിഡ്രോൺ ആണ്. അപ്പം ഗുഡ്സ് വിഡ്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് അക്കൗണ്ട് വേണം കാണിക്കാനായിട്ട്? പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് വേണം നമ്മൾ കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഈ പർച്ചേസ് എന്ന് പറയുന്നത് നോക്കിക്കുക, അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇതെന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്തതിൽ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസ് ചെയ്ത് വയ്ക്കുമ്പോഴല്ലേ പർച്ചേസ് ചെയ്ത അക്കൗണ്ട്, പർച്ചേസിൻ്റെ ഇത് കൂടുമ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പർച്ചേസിൽ നിന്ന് നമ്മൾ എടുത്തു, അപ്പോൾ അവിടെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ടിലല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പർച്ചേസ് ചെയ്ത് കാണിച്ചാൽ മതി. കാരണം നമുക്ക് കോസ്റ്റ് പ്രൈസിൽ വേണം. ഈ ഓണർ എടുത്തുകൊണ്ട് പോയതിനെ നമ്മൾ കോസ്റ്റ് പ്രൈസിൽ ചാർജ് ചെയ്താൽ മതി. അപ്പം അതുകൊണ്ട് ഏത് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കാണിക്കുക? പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് കാണിക്കുക. ക്ലിയർ? അപ്പോൾ ഏത് അക്കൗണ്ട്? ഡെറ്റർ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതിയെന്നാൽ ക്ലിയർ, ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രി എഴുതാം. 17/11/20 എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് 1000. വിഡ്രോ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ്. ഇവിടെ സാധനങ്ങൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രോയിങ്സിൻ്റെ എൻട്രി പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ചോദിക്കാം, ഒന്നുകിൽ ക്യാഷ് വിഡ്രോൺ ചെയ്യുന്നത് ചോദിക്കാം, അല്ലെങ്കിൽ ഗുഡ്സ് വിഡ്രോൺ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ക്യാഷ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഗുഡ്സ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക? പർച്ചേസ് അക്കൗണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഗുഡ്സ് വിഡ്രോ ചെയ്തെന്നാൽ ഏത് അക്കൗണ്ട്? നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് എന്നല്ലേ കാണിക്കുന്നത്. അപ്പം ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാണിക്കുക? ആ പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ആ ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തേക്കണം. അങ്ങനെ അങ്ങ് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് ഒരെണ്ണം എന്ന് പറയുന്നത് 18-ാം തീയതി സാലറി പെയ്ഡ് ₹1000 10,000 ആൻഡ് റെന്റ് പെയ്ഡ് ₹15,000. നോക്കിക്കേ, 18-ാം തീയതി ഒരൊറ്റ ദിവസം നടന്ന ട്രാൻസാക്ഷൻ ആണ്. രണ്ടും ക്യാഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാലറി പെയ്ഡ്, റെന്റ് പെയ്ഡ്. അപ്പോൾ ഇവിടെ ഇവിടെ വരുന്ന ഐറ്റം ഏതാ? ഇവിടെ ഒന്ന് സാലറി, ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ റെന്റ് ഒരു എക്സ്പെൻസ് ആണ്. ഇവിടെ പെയ്ഡൊക്കെ ചെയ്തിരിക്കുന്നത് രണ്ടും ക്യാഷ് ആണ് അല്ലേ? അപ്പോൾ ക്യാഷ് ഇവിടെ കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഈ എൻട്രീനെ ഇതിനെ രണ്ടാക്കി എഴുതേണ്ട ആവശ്യമില്ലല്ലോ, രണ്ടും ഒറ്റ ദിവസം നടന്ന ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം? ഒറ്റ എൻട്രി ആയിട്ട് എഴുതാം. അപ്പോൾ അത്തരം എഴുത്തിലൊരു എൻട്രി എഴുതുന്നത് നമുക്ക് കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്നാണ് പറയുന്നത്. പിന്നെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതുന്നത്? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ 10,000 ടു ക്യാഷ് അക്കൗണ്ട് 10,000 അങ്ങനെ എഴുതാം. അതുപോലെ റെന്റ് അക്കൗണ്ട് ഡെറ്റർ 15,000 ക്യാഷ് അക്കൗണ്ട് 15,000 അങ്ങനെ. അപ്പം അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, നമുക്കിത് ഒന്നിച്ച് എഴുതാം. അപ്പം ഇത് കാരണം അറിയാമല്ലോ, സാലറി ആണ്. സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഇൻക്രീസ് ചെയ്തു, സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ റെന്റ് എന്ന് പറയുന്നതും എക്സ്പെൻസ് ആണ്.
അത് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് റെൻ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഉള്ള എന്താണ്? ക്യാഷാണ്. 10,000 15,000 അതെന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. കൊടുത്തപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഈ 15,000 രൂപ എന്ത് ചെയ്തേക്കുന്നതാണ്? നമ്മൾ പേ ചെയ്തതാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് രണ്ടും ഡിക്രീസ് ചെയ്തേക്കുന്നതാണ്, നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒന്നിച്ചെഴുതാമെന്ന് നോക്കിക്കേ. ഇതുകൊണ്ട് അതെ ഇതുപോലെ എഴുതിയാൽ മതി. എങ്ങനെയാണ്? സാലറി അക്കൗണ്ട് ഡെറ്റർ, റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഇതിൽ രണ്ടിലും ക്യാഷ് പെയ്ഡ് ആണല്ലോ. അപ്പം മൊത്തം ക്യാഷ് ആയിട്ട് ഇപ്പം അന്നേരം ഇവിടെ മൊത്തം ക്യാഷ് എത്ര കൊടുത്തിട്ടുണ്ട്? 25,000 രൂപയാണ് മൊത്തം ക്യാഷ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും തുല്യ. ഇവിടെ 10 ഇവിടെ 15. അപ്പം ഡെബിറ്റിൽ എത്ര വന്നിട്ടുണ്ട്? 25,000. ക്രെഡിറ്റിലും എത്ര വന്നിട്ടുണ്ട്? 25,000. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് എൻട്രി എന്നാണ് പറയുന്നത്? കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? അപ്പം ഞാനിവിടെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു എൻട്രി എഴുതാനായിട്ട്. ഓർക്കുന്നുണ്ടോ? അതും കൂടെ നമുക്ക് ഇനി ഒപ്പം നമുക്ക് എഴുതി പോകാം. നോക്കിയാൽ ജീവ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakh ആൻഡ് എ കമ്പ്യൂട്ടർ വർത്ത് ₹25,000 എന്നാണല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതേ നമുക്ക് ഒന്നിച്ച് എഴുതാവല്ലോ. രണ്ടും ഒറ്റ ദിവസം നടന്നതാണ്. രണ്ടിലും ഒരു അക്കൗണ്ട് കോമൺ ആണ്. കണ്ടോ? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പോൾ എങ്ങനെ എൻട്രി എഴുതേണ്ടതെന്ന് പറഞ്ഞേ. ആദ്യം നമുക്ക് ക്യാഷ് അല്ലേ. അപ്പം എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. പിന്നെ എന്നാ കൊണ്ടുവന്നിരിക്കുന്നത്? കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ഇതെന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് എത്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബിസിനസ്സിലേക്ക്? 2 lakh. കമ്പ്യൂട്ടർ എത്രേൻ്റെയാണ്? 25,000. ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്? 2,25,000. ശരിയായില്ലേ? ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. അപ്പം ഇത്തരത്തിലുള്ള പിന്നെ നരേഷൻ എഴുതും. അപ്പം നരേഷൻ എഴുതുമ്പോൾ ഒന്നിച്ച് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആൻഡ് കമ്പ്യൂട്ടർ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഇത്ര എൻട്രി എന്തെന്നാണ് വിളിക്കുന്നത്? കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രാൻസാക്ഷൻ തന്നിട്ട് കോമ്പൗണ്ട് ജേർണൽ എൻട്രി എഴുതാൻ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറഞ്ഞു തന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്തിനാണ് ഇവിടെ സ്പേസ് ഇട്ടതെന്ന്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ജേർണൽ എൻട്രി എഴുതാനും പഠിച്ചു. ഇനി അടുത്ത ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് കുറച്ച് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ്. നോക്കിക്കേ, 19/11/2020 ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ₹5,000. എന്താണ് ഇതിൻ്റെ അർത്ഥം? 5,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ രണ്ട് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് ക്യാഷ്, മറ്റൊന്ന് ബാങ്ക് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫെയിമിലെ ക്യാഷ് ബോക്സിൽ നിന്ന് 5,000 രൂപ നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ എടുക്കുക ബാങ്കിലേക്ക് ഇടാൻ പോകും. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? നമ്മൾ ബിസിനസിൻ്റെ ക്യാഷ് ബോക്സിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു അസറ്റ് ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു അസറ്റ് വന്നു. എന്താണ്? ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്ത്, അതായത് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ്, ആ ബാങ്ക് അതെന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എൻട്രി വരേണ്ടത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് ഇവിടെ എൻട്രി വരേണ്ടത്. നോക്കിക്കേ, കണ്ടോ? 19/11 എൻട്രി കണ്ടോ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നരേഷൻ കൊടുക്കുക, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 5,000. അപ്പോൾ ഈ നോക്കി ഒന്ന് ക്യാഷും ഒന്ന് ബാങ്കുമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന എൻട്രികൾ വേറെ ഒരു ഐറ്റവും ഇല്ല, ക്യാഷും ബാങ്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന എൻട്രി എന്തെന്ന് വിളിക്കാം? കോൺട്രാ എൻട്രി എന്ന് വിളിക്കാം കേട്ടോ. ഈ എൻട്രി എന്തെന്നാണ് വിളിക്കുന്നത്? കോൺട്രാ എൻട്രി എന്നാണ് വിളിക്കുന്നത്. ക്യാഷും ബാങ്കും മാത്രം വരുന്ന ഇത്തരത്തിലുള്ള എൻട്രികൾ എന്തെന്ന് വിളിക്കാം? നമുക്ക് കോൺട്രാ എൻട്രി എന്ന് വരാം. അതായത് ഒരു ഒറ്റ എൻട്രിയിൽ ക്യാഷും ബാങ്കും വന്നാലാണ് അത് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒന്ന് നോക്കിക്കേ, 20/11/20 ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ₹2,000. ബാങ്കിൽ നിന്നും 2,000 രൂപ വിഡ്രോ ചെയ്തു.
ഇത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം നമ്മളിത് വിഡ്രോ ചെയ്യാൻ പോകും. ഇപ്പം വിഡ്രോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബിസിനസ്സിലേക്ക് പണം വരും. അപ്പം അവിടെ നിന്ന് മെയിൻ ഐറ്റം തന്നു, ഒന്ന് ക്യാഷ്, ഒന്ന് ബാങ്ക് അല്ലേ. അപ്പോൾ ക്യാഷ് വന്നു. അപ്പോൾ അതായത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ? ഇനി ഇവിടെ ഒരു അസറ്റ് കുറഞ്ഞു, അതായത് നമ്മുടെ ബാങ്ക് ബാലൻസ് റെഡ്യൂസ് ചെയ്തു. ബാങ്ക് അക്കൗണ്ടിലെ പൈസ എന്ത് ചെയ്തു? കുറഞ്ഞപ്പോൾ ഒരു അസറ്റ് ഇവിടെ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ അവിടെ ബാങ്ക് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എൻട്രി വരേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2000 ടു ബാങ്ക് അക്കൗണ്ട് 2000 വിഡ്രോൺ ഫ്രം ബാങ്ക്. ക്ലിയർ? ഇനി അടുത്തത് 21-ാം തീയതി ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ ₹4000. ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന്, അതായത് നമുക്ക് പൈസ തരാനുണ്ടായിരുന്ന ഒരു കസ്റ്റമർ, അയാളുടെ കയ്യിൽ നിന്ന് ഒരു 4000 രൂപയുടെ ചെക്ക് കിട്ടി. അയാൾ ക്യാഷ് ആയിട്ടല്ല, എന്നാൽ ചെക്കായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ വരുന്നത്? നോക്കിക്കേ ഇവിടെ. അപ്പോൾ 2 ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ചെക്ക് റിസീവ്ഡ് ആണ്, ഒന്ന് കസ്റ്റമർ ആണ് അല്ലേ. അതായത് ഈ കസ്റ്റമർ എന്ന് പറയുന്നത് ആരായിരിക്കും? നമുക്ക് പൈസ തരാനുള്ള, അതായത് ഒരു ഡെറ്റർ ആയിരിക്കുമല്ലോ. അതെന്ന് പറയുന്ന ഒരു അസറ്റ് ആയിരിക്കും, നമുക്ക് തരാനുണ്ടായിരുന്ന ആൾ പൈസ തന്നല്ലേ. അപ്പോൾ ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആരായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? അതായത് ഡെറ്റർ ആണ്, അല്ലെങ്കിൽ അതൊരു അസറ്റ് ആണ്. അപ്പോൾ തരാനുണ്ടായിരുന്ന ആൾ പൈസ തരികയാണ്, ചെക്ക് റിസീവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഡെറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, ഒരു അസറ്റ് കുറയുന്നു. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഇവിടെ കസ്റ്റമറുടെ പേര് വേണം, ആരാണ് തന്നതെന്ന്. അപ്പോൾ ആ കസ്റ്റമർ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇവിടെ ചെക്ക് റിസീവ്ഡ് ആണ്. അപ്പം ചെക്ക് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ചെക്ക് കിട്ടിയത് ക്യാഷ് കിട്ടിയതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് നമുക്ക് എന്തെന്ന് കാണിക്കാം? ക്യാഷ് അക്കൗണ്ട് എന്ന് നമുക്ക് എഴുതാം. അതായത് ഒരു അസറ്റ് ആണല്ലോ അത് നമുക്ക് ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് നമുക്ക് അതിനെ ഡെബിറ്റ് ചെയ്യാം. ഇനി ഈ ചെക്ക് കിട്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചെക്ക് റിസീവ് ചെയ്ത് നമ്മളത് അപ്പം തന്നെ നമ്മൾ ബാങ്കിലേക്ക് ഇടുകയാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് കാണിച്ചാൽ മതി? ബാങ്ക് എന്ന് കാണിക്കാം. ബാങ്ക്. അപ്പം നമുക്ക് ചെക്ക് കിട്ടിയത് ഇത് നമ്മൾ എഴുതുന്ന ജേർണലേ. ഇപ്പം നമ്മൾ ഇറ്റ് ഈസ് ദ പ്രൈം എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി അല്ല. അപ്പം കിട്ടിയപ്പോൾ നമുക്ക് നമ്മുടെ ബുക്കിലൊന്ന് എഴുതണം വേണ്ടേ? അപ്പം അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഏത് ചെക്ക് കിട്ടിയത്, നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ചെക്ക് കിട്ടിയത് ക്യാഷ് കിട്ടിയത് തുല്യമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ അക്കൗണ്ട് എന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, നേരെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് കാണിച്ചെന്നാൽ, അതായത് നമ്മുടെ ബാങ്കിലെ ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട്, അതെന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിച്ച് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ അക്കൗണ്ട് എന്ന് എഴുതി, അങ്ങനെയും എഴുതാം. അങ്ങനെ 2 രീതിയിൽ നമുക്ക് എഴുതാം. നമുക്ക് നോക്കിക്കേ, കണ്ടോ? ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ടു കസ്റ്റമർ അക്കൗണ്ട് എന്ന്, അല്ലെങ്കിൽ നമ്മൾ നേരെ ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് എഴുതുന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. ഇനി അടുത്തത് 22-ാം തീയതി ചെക്ക് ഫ്രം എ കസ്റ്റമർ പെയ്ഡ് ഇൻ ടു ബാങ്ക് ₹4000. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ചെക്ക് എന്ത് ചെയ്യുന്നു? ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിലേക്ക് കൊടുക്കുന്നു. ഇപ്പം ചെക്ക് കിട്ടിയപ്പോൾ അപ്പം ഇവിടെ വരുന്ന 2 മെയിൻ ഐറ്റം എന്ന് പറയുന്നത്, ഒന്ന് കസ്റ്റമറുടെ അടുക്കൽ നിന്ന് കിട്ടിയ ചെക്ക്, മറ്റൊന്ന് ബാങ്ക്. അപ്പോൾ ഇവിടെ ബാങ്കിലേക്ക് ഇടുകയാണ്. അപ്പം ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി അപ്പം ചെക്ക് കിട്ടിയപ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ടല്ലേ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് ഇടുകയാണ്. അപ്പോൾ അവിടെ ഏത് അസറ്റ് കുറയുന്നതായിട്ട് കാണിക്കണം? ക്യാഷ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചെക്ക് കിട്ടിയപ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കുറയുന്നതായിട്ട് കാണിക്കണം? നമ്മൾ എഴുതിയ ക്യാഷ് എന്നുള്ള അത് അങ്ങ് പോകണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഏത് അക്കൗണ്ട്? ഡെറ്റർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരും അതിൻ്റെ എൻട്രി. നോക്കിക്കേ, 22-ാം തീയതി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 4,000 ടു ക്യാഷ് അക്കൗണ്ട് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്. നമുക്കിവിടെ കിട്ടിയ ചെക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിലേക്ക് കൊടുക്കുന്നു. അപ്പം ചെക്ക് കിട്ടുമ്പം നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക? ക്യാഷ് കിട്ടുന്നതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. ഇനി ചെക്ക് കിട്ടി അന്ന് തന്നെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഈ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ അക്കൗണ്ട് എന്ന് കാണിക്കാം കേട്ടോ.
അപ്പം നമ്മൾ അന്ന് കൊടുക്കുന്നില്ല എങ്കിൽ ചെക്ക് നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് നമ്മൾ ജേർണലിലേക്ക് കാണിക്കുക. ഇനി 22-ാം തീയതിയാണ് നമ്മൾ ആ ചെക്ക് കൊടുക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ ക്യാഷ് ബോക്സിൽ നിന്ന് ആ ചെക്ക് എടുക്കുന്നു. അപ്പം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഏത് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു? ബാങ്കിലെ ഡെപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ബാങ്ക് അക്കൗണ്ടിന് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. അങ്ങനെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അലൗഡ് ബൈ ബാങ്ക് ₹50. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അലൗഡ് ബൈ ബാങ്ക്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിന് ബാങ്കുകാർ എന്ത് തരും? ഇൻട്രസ്റ്റ് തരൂല. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. അതായത് നമ്മുടെ നിക്ഷേപത്തിന് ബാങ്കുകാർ നമുക്ക് നൽകുന്ന പലിശ. അതായത് ഇത് ബിസിനസ്സിലേക്ക് കിട്ടുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താണ്? അപ്പം ബാങ്ക്, ഇവിടുത്തെ 2 മെയിൻ ഐറ്റം ഒന്ന് ബാങ്ക്, ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. നോക്കിക്കേ, ഇവിടെ ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് നൽകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്താവുകയാണ് ചെയ്യുന്നത്? അത് ക്രെഡിറ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. അതായത് ബാങ്കിലെ ബാലൻസ് അത്രയും കൂടി എന്ത് ചെയ്യുന്ന ബാങ്കിൽ ആ ഇൻട്രസ്റ്റ് കൂടെ വരുമ്പോഴത്തേക്കിനും അത്രയും ബാങ്കിലെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്യുന്ന അസറ്റിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഇൻകം ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇൻകം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരേണ്ടത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് വേണം എൻട്രി വരാനായിട്ട്. നോക്കിക്കേ, കണ്ടോ? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഏത് അക്കൗണ്ട്? ഡെറ്റർ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടി. അത്രയും ബാങ്ക് ബാലൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇനി അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് ബാങ്ക് ചാർജസ് ഓർ കളക്ഷൻ ചാർജസ് മെയ്ഡ് ബൈ ബാങ്ക് ഫോർ ദിയർ സർവീസ് ₹30. ഇത് ബാങ്കുകാർ നമ്മൾക്ക് ചെയ്തു തരുന്ന സേവനത്തിന് ചെറിയ തുക നമ്മളുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യും. അതിനാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് ചാർജ് അല്ലെങ്കിൽ കളക്ഷൻ ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ 30 രൂപയാണ് ഈടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് അപ്പോൾ ഈ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ, ഈടാക്കുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലേ? അത്രയും തുക നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയതാണ്. അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യപ്പെടും? ഡെബിറ്റ് ചെയ്യപ്പെടും. അതായത് കുറയും. അപ്പോൾ ഇവിടെ ഒരു അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പം ഡിക്രീസ് ചെയ്യുന്ന അസറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഈ ബാങ്ക് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലേ? അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് ബാങ്കുകാർ ഈടാക്കുവാണ്. അവർ ചെയ്തു തരുന്ന സേവനത്തിന് അത്രയും തുക നമ്മുടെ എക്സ്പെൻസ് ആണ് ബാങ്ക് ചാർജ് കൊടുക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. അതിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഏത് അക്കൗണ്ട്? ഡെറ്റർ. ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു. നോക്കിക്കേ, കണ്ടോ? 24-ാം തീയതി ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 30 രൂപ ബാങ്ക് ചാർജ് ഇനത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കി. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് അത് കുറയുന്നത്. അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടിന് എന്ത് ചെയ്തിരിക്കുന്നത്? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 25-ാം തീയതി ചെക്ക് ഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ് ₹1000. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ഡ്രോ ചെയ്തു. അപ്പം നോക്കിക്കേ, ഒന്ന് പേഴ്സണൽ പർപ്പസ് പറയുമ്പോൾ തന്നെ ഓർത്തോണം, അവിടെ ഒരു അക്കൗണ്ട് ഏതായിരിക്കും? ഡ്രോയിങ്സ് അക്കൗണ്ട് ആയിരിക്കും. ക്ലിയർ? അത് മറക്കരുത്. പേഴ്സണൽ ഓർ ഡൊമസ്റ്റിക് എന്ന് കണ്ടെന്നാൽ അവിടെ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ആയിരിക്കും. അപ്പം ഡ്രോയിങ്സ് അക്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ, ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതവിടെ ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി നമ്മുടെ ബാങ്ക് ബാലൻസും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ബാങ്ക് അക്കൗണ്ട് ആണ്. നമ്മൾ ഇത്രയും രൂപ നമ്മൾ വിഡ്രോ ചെയ്തല്ലേ? അപ്പം നമ്മുടെ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്തു? അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്തു. അപ്പം ബാങ്ക് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പം എങ്ങനെ എൻട്രി വരേണ്ടത്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് വേണം എൻട്രി വരാൻ. നോക്കിക്കേ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ചെക്ക് ഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ് ₹1000 ചെക്ക്. ക്ലിയർ?
ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് 26-ാം തീയതി ചെക്ക് ഇഷ്യൂഡ് ടു എ സപ്ലയർ ₹2000. അതായത് സപ്ലയർക്ക് 2000 രൂപയുടെ ഒരു ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു. സപ്ലയർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അതായത് നമ്മൾ കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും, പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ അവർക്ക് പൈസ കൊടുക്കാനുള്ള ആളാണ്. അതായത് ക്രെഡിറ്റേഴ്സ് ആയിരിക്കുമല്ലോ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പോൾ ഇവിടുത്തെ രണ്ട് മെയിനായിട്ട്, ഒന്ന് ചെക്ക്, അതായത് ബാങ്ക് ആയിരിക്കും അവിടെ വരുന്നത്. പിന്നെ സപ്ലയർ. ഈ സപ്ലയർ എന്ന് പറയുന്നത് ആരായിരിക്കും? ബിസിനസ്സിനെ സംബന്ധിച്ച് ക്രെഡിറ്റർ ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റിയാണ്. നമ്മൾ സപ്ലയർക്ക് ചെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അത്രയും ബാധ്യത എന്ത് ചെയ്തു? കൊടുക്കാനുള്ള തുക കൊടുത്തതല്ലേ. അപ്പം ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ സപ്ലയറുടെ അക്കൗണ്ട്, അപ്പോൾ ഇവിടെ പേര് കാണാം, ആർക്കാണ് കൊടുക്കാനുള്ളതെന്നുള്ള ആ അക്കൗണ്ട്, അയാളുടെ പേര് കാണും. അപ്പോൾ സപ്ലയറുടെ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഒരു ലയബിലിറ്റി കുറയുമല്ലേ. കൊടുക്കാനുണ്ടായിരുന്ന 2000 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് ആ അക്കൗണ്ടിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ചെക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എവിടെ നിന്ന് കുറയുന്നതായിട്ട് വേണം കാണിക്കാനായിട്ട്? ബാങ്കിൽ നിന്ന് അല്ലേ. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എവിടെയാണ് കുറയുന്നത്? ബാങ്കിൽ. അപ്പോൾ അവിടെ ആ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം? ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എൻട്രി വരണം? സപ്ലയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് വേണം എൻട്രി വരാൻ. കണ്ടോ? സപ്ലയർ അക്കൗണ്ട്, അവിടെ പേരുണ്ടെങ്കിൽ ആ പേര് വെച്ചിട്ട് എഴുതണം. സപ്ലയർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 2000, ചെക്ക് ഇഷ്യൂഡ് ടു എ സപ്ലയർ. ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ ആൻഡ് റിട്ടേൺഡ് ഡിസോണേഡ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് ചെക്ക് കിട്ടിയായിരുന്നു. അതായത് കസ്റ്റമർ ചെക്ക് തന്നു എന്ന് പറയുമ്പോൾ അയാൾ ആരായിരിക്കും? ഡെറ്റർ ആയിരിക്കുമല്ലോ. കസ്റ്റമർ ചെക്ക് തന്നു എന്ന് പറയുമ്പോൾ അത് ഡെറ്ററാണ്. അതായത് നമുക്ക് പൈസ തരാനുണ്ടായിരുന്ന ആളാണ്, അസറ്റാണ്. അപ്പം ഇവിടെ കസ്റ്റമറുടെ അടുക്കൽ നിന്ന് കിട്ടിയ ഒരു ചെക്ക്, ക്യാഷിന് പകരം നമുക്ക് ചെക്കാണ് തന്നത്, അത് നമ്മൾ ബാങ്കിൽ കളക്ഷന് വേണ്ടിയിട്ട് കൊടുത്തു. പക്ഷെ അത് ഡിസോണർ ആയിപ്പോയി. അതായത് കസ്റ്റമറുടെ അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചെക്ക് ഡിസോണർ ആയി പോയതാണ് അത് കാരണം. അപ്പം നോക്കിക്കേ, ഇവിടെ എന്ത് സംഭവിച്ചു? ഇപ്പം ഇവിടെ കസ്റ്റമർ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടിയില്ലേ. നമുക്ക് ചെക്ക് കിട്ടിയപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മളത് പൈസ നമുക്ക് കിട്ടാനുള്ള അത് കുറഞ്ഞതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഡിസോണർ ആയിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ കസ്റ്റമേഴ്സ് അക്കൗണ്ടിൽ ഇനി നമ്മൾ അത്രയും പൈസ നമുക്ക് കിട്ടാനുള്ളതായിട്ട് വരണം. അപ്പം കസ്റ്റമേഴ്സ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് അല്ലേ. അപ്പം നമ്മൾ ചെക്ക് കിട്ടിയപ്പോൾ നമ്മൾ ബാങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്തായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് എന്ത് ചെയ്യണം? തിരിച്ച്. അപ്പോൾ ഇവിടെ വീണ്ടും ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എൻട്രി വരണം? കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് വരണം. നോക്കിക്കേ, കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് റിട്ടേൺഡ് ഡിസോണേഡ്. നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊടുത്തു, പക്ഷേ അക്കൗണ്ടിൽ പണമില്ലാതെ അതെന്തായിപ്പോയി? പാസ്സാകാതെ അല്ലെങ്കിൽ ഡിസോണർ ആകാതെ പോയി. നമുക്ക് അതിൻ്റെ പൈസ കിട്ടിയില്ല, കാരണം അയാളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു. അങ്ങനെ അത് ഡിസോണർ ആയിപ്പോയി. അങ്ങനെയാണ് ഈ എൻട്രി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടും വരുന്ന കുറേ ട്രാൻസാക്ഷൻസും അവയുടെ ജേർണൽ എൻട്രീസും. ഇനിയും കുറേ ട്രാൻസാക്ഷൻസും കൂടിയൊക്കെ വരാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ആ കൂടെ ഒപ്പം പറഞ്ഞു തരാം. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ ഇത്രയും മതി. ബാക്കി നമുക്ക് ഓരോ പ്രോബ്ലത്തിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.